നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കത്തിനശിച്ചു. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് കത്തിനശിച്ചത്. ചടയമംഗലം കുരിയോട് ഭാഗത്തായിരുന്നു സംഭവം. കായംകുളത്ത് ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി മുബാറക് അലിയാണ് പിടിയിലായത്. 55 ഗ്രാം ഹെറോയിൻ പിടികൂടി. കാട്ടാന കൃഷി നശിപ്പിച്ചു. പത്തനാപുരം ചണ്ണക്കാമൺ 1-ാം ബ്ലോക്ക് ഭാഗത്താണ് ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കാലങ്ങളായി അടിഞ്ഞുകൂടിയ എക്കലും മണലും നീക്കം ചെയ്യുന്നില്ല. തെന്മല ഡാമിന്റെ സംഭരണശേഷിയെ വൻതോതിൽ ബാധിക്കുന്നു. എക്കലും മണലും നീക്കം ചെയ്യണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കത്തി നശിച്ചു. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് ചടയമംഗലം കുരിയോട് ഭാഗത്ത് കത്തി നശിച്ചത്. ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ സുരക്ഷിതമായി ബസ് നിർത്തുകയായിരുന്നു. പുലർച്ചെ 5:30 സംഭവം. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ സൂപ്പർഫാസ്റ്റ് KSRTC ബസ്സാണ് ചടയമംഗലം കുരിയോട് ഭാഗത്ത് വെച്ച് കത്തി നശിച്ചത്. ആളപായമില്ല. ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ മുൻഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട ഡ്രൈവർ സുരക്ഷിതമായി ബസ് നിർത്തുകയായിരുന്നു. മുൻഭാഗത്തു നിന്നും അസാധാരണമായ ശബ്ദം കേട്ടതായി ഡ്രൈവർ പറഞ്ഞു. 9 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരെ ഉടൻ തന്നെ സുരക്ഷിതമായി മാറ്റി. ബസിന്റെ മുൻഭാഗത്തെ ടയർ കത്തിയ നിലയിലായിരുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. സെക്ടോയുടെ നേതൃത്വത്തിലാണ് കൊല്ലത്ത് സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. ധവളപത്രവും ബജറ്റും കേരള വികസനവും എന്ന വിഷയത്തിലാണ് സദസ്സ് നടത്തിയത്. സെക്ടോയുടെ നേതൃത്വത്തിലാണ് ധവളപത്രവും ബജറ്റും കേരള വികസനവും എന്ന വിഷയത്തിൽ കൊല്ലത്ത് സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചത്. KGOA സംസ്ഥാന ട്രഷറർ A. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പുറത്തിറക്കിയ ധവളപത്രത്തിൽ കടത്തിന്റെ പേര് പറഞ്ഞ് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്ന് സദസ് ഉദ്ഘാടനം ചെയ്ത A. ബിന്ദു ചൂണ്ടിക്കാട്ടി. സദസ്സിന്റെ പ്രധാന മുദ്രാവാക്യം ധവളപത്രവും ബഡ്ജറ്റുമാണ്. കേരളത്തിന്റെ വികസനത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റിയിട്ടുള്ള എല്ലാവർക്കും പാർപ്പിടം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി 6 ലക്ഷത്തിലധികം വീടുകൾ ലഭ്യമാക്കിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലം ലഭ്യമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം. ഒപ്പം 4 ലക്ഷത്തിലധികം ആളുകൾക്ക്, ഭൂമിയില്ലാത്ത ആളുകൾക്ക് പട്ടയം നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനം. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് മാത്രമല്ല, എല്ലാവരെയും ക്ഷേമ പെൻഷന്റെ വലയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംസ്ഥാനം. എല്ലാവർക്കും ആരോഗ്യകരമായ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകുന്ന ഒരു സംസ്ഥാനം. എല്ലാവർക്കും ദാരിദ്ര്യമില്ലാതെ കഴിയാൻ കഴിയുന്ന തരത്തിലേക്ക്, എല്ലാവർക്കും തൊഴിൽ ലഭ്യത ഉറപ്പാക്കുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ നിയമനങ്ങളിൽ 60% നടക്കുന്ന സംസ്ഥാനമായി കേരള സംസ്ഥാനം മാറുകയാണ്. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MS ബിജു, സെറ്റോ ജില്ലാ സെക്രട്ടറി B. സുജിത്ത, KGOA ജില്ലാ സെക്രട്ടറി AR രാജേഷ്, NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. ദീപ, KGOA ജോയിന്റ് സെക്രട്ടറിമാരായ ഫിലിപ്പ് വർഗീസ്, A. പ്രദീപ, യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സജി ലിയോൺ എന്നിവർ പങ്കെടുത്തു.
KGOA സംസ്ഥാന കമ്മിറ്റി അംഗം എൽ മിനിമോൾ അധ്യക്ഷത വഹിച്ചു. സി രാജേഷ് സ്വാഗതവും ജി സജികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവരാവകാശ നിയമം മൗലികമായ അവകാശമാണെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സുതാര്യമായ ഭരണ സംവിധാനം സർക്കാരുകളെ സഹായിക്കും. അതിനാൽ നിയമത്തെ ഭയപ്പെടേണ്ടതില്ല. നിയമസഭയിൽ ജനപ്രതിനിധികൾക്കുള്ള അവകാശങ്ങളെക്കാൾ കൂടുതൽ അധികാരം വിവരാവകാശ നിയമം സാധാരണ പൗരന് നൽകുന്നതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. കുണ്ടറയിൽ വിവരാവകാശ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവരാവകാശ നിയമം ഭരണകൂടങ്ങളുടെ ദയാദാക്ഷിണ്യം കൊണ്ടുള്ളതല്ലെന്നും രാജ്യത്തെ പാർലമെന്റും ഭരണഘടനയും നൽകിയ മൗലികമായ അവകാശമാണെന്നും മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കുണ്ടറയിൽ സംഘടിപ്പിച്ച മണ്ഡലതല വിവരാവകാശ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുതാര്യമായ ഭരണ സംവിധാനം സർക്കാരുകളെ സഹായിക്കും. അതിനാൽ നിയമത്തെ ഭയപ്പെടേണ്ടതില്ല. നിയമസഭയിൽ ജനപ്രതിനിധികൾക്കുള്ള അവകാശങ്ങളെക്കാൾ കൂടുതൽ അധികാരം വിവരാവകാശ നിയമം സാധാരണ പൗരന് നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. റൈറ്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് നിങ്ങൾ എത്ര പേര് ആ നിലയിൽ തന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുന്നില്ല. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. അപ്പൊ ആ ശ്രേണിയിൽ ആണ് ആ ഗവൺമെന്റ് നിർണായകമായ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ തൊഴിൽ അവകാശമാണ് നരേഗ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. പാർലമെന്റ് നിയമം വഴി തൊഴിൽ അവകാശമാക്കി, വിദ്യാഭ്യാസം അവകാശമാക്കി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഫുഡ് സെക്യൂരിറ്റി അത് അവകാശമാക്കി, ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇൻഫർമേഷൻ അവകാശമാക്കി, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇതൊന്നും ഭരണകൂടം കാലാകാലങ്ങളിൽ അവരുടെ ദയാവായ്പ കൊണ്ട് പൗരന്മാർക്ക് കൊടുക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് പൗരന് എല്ലാ ഭരണകൂടങ്ങൾക്കും മുകളിലുള്ള പാർലമെന്റ്, ഭരണഘടന അവർക്കൊരു അവകാശമായി ഇത് കൊടുക്കുകയാണ്. പൊതുജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി 140 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിവരാവകാശ കമ്മീഷൻ നടത്തുന്ന പ്രത്യേക പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. കുണ്ടറ, പത്തനാപുരം, ചടയമംഗലം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ വകുപ്പുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരും അപ്പീൽ അധികാരികളും പങ്കെടുത്തു. ജ്യോതികുമാർ ചാമക്കാല MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M ശ്രീകുമാർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. റിസോഴ്സ് പേഴ്സൺ K പ്രസാദ് വിഷയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി മുബാറക് അലിയാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 55 ഗ്രാം ഹെറോയിൻ പിടികൂടി. 2 ആഴ്ചയായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ രഹസ്യ പരിശോധനയിലാണ് 55 ഗ്രാം ഹെറോയിനുമായി പശ്ചിമബംഗാൾ സ്വദേശിയെ പിടികൂടിയത്. മാൽഡ ജില്ലയിലെ മാൽഡ താലൂക്കിൽ കുത്തപ്പൂർ ഗ്രാമത്തിലെ മുബാറക് അലി എന്ന 38-കാരനാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ സമാന സ്വഭാവത്തിലുള്ള കേസുകൾ നിലവിലുണ്ടെന്ന് എക്സൈസ് പറഞ്ഞു. 2 ആഴ്ചയോളമായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഹെറോയിൻ കൈമാറുന്നതിനായി കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. ഗ്യാരേജിന് മുന്നിലും സമീപങ്ങളിലുമാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ജീവനക്കാർക്കും യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ബസ് സ്റ്റാൻഡ് ഗ്യാരേജിലെ ജീവനക്കാർ വെള്ളക്കെട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം ആരോഗ്യ ഭീഷണിയും ഉയർത്തുന്നു. ഗ്യാരേജിലേക്ക് വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും വെള്ളക്കെട്ടിലൂടെയാണ്. ഓട്ടം കഴിഞ്ഞെത്തുന്ന ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ഇവിടെയാണ്. ഡ്രൈവർമാർ മലിനജലത്തിലൂടെ നടന്നു വേണം ബസ്സുകളിലേക്ക് എത്തുവാൻ. ബസ് സ്റ്റാൻഡിന്റെ താഴ്ന്ന ഭാഗത്തും ഗ്യാരേജിലെ ഓയിലും വെള്ളത്തിൽ കലരുന്ന സ്ഥിതിയാണ്. ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ കിഴക്കോട്ട് റോഡ് ഭാഗത്തെ മാലിന്യവും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. സ്റ്റാൻഡിലെ പമ്പിന് സമീപത്തുൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തുന്നതിനായി ബസ്സുകൾ നിർത്തിയിടുന്ന ഭാഗത്തു മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്യാരേജിന് സമീപത്തെ സ്ഥലത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും നടന്നില്ല. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന പ്രവേശന കവാടം തടികളും മറ്റും ഉപയോഗിച്ച് കെട്ടിമറച്ചിരിക്കുകയാണ്. ഇതിനിടയിലൂടെ സ്റ്റാൻഡിലേക്ക് നടന്നു കയറാനുള്ള സ്ഥലം മാത്രമാണുള്ളത്. ഇവിടെയും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളക്കെട്ടുൾപ്പെടെ ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ജീവനക്കാരുടെ വിവിധ സംഘടനകൾ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പത്തനാപുരം ചണ്ണയ്ക്കാമൺ 1-ാം ബ്ലോക്ക് ഭാഗത്താണ് ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കറവൂർ ചണ്ണയ്ക്കാമൺ 1-ാം ബ്ലോക്ക് ഭാഗത്താണ് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വനം വകുപ്പ് സ്ഥാപിച്ച ആനക്കിടങ്ങ് മറികടന്നാണ് ആന എത്തിയത്. ആനക്കിടങ്ങിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാകാം ആന കിടങ്ങ് കടന്നു വരാൻ കാരണമെന്നാണ് കർഷകർ പറയുന്നത്. ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന ആനകളെ തുരത്തിയെന്ന് വനംവകുപ്പ് അധികൃതർ അവകാശപ്പെടുമ്പോഴാണ് കഴിഞ്ഞ രാത്രി കാട്ടാന ശല്യം വീണ്ടും ഉണ്ടായത്. വലിയ മരങ്ങൾ ഉൾപ്പെടെ ആന നശിപ്പിച്ചു. വൻതോതിൽ വാഴകളും അടയ്ക്കാമരങ്ങളും ഉൾപ്പെടെ നശിപ്പിച്ച നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പന്മന നെട്ടിയാട്ട് ജംഗ്ഷനിൽ കാട്ടുപന്നി ഇറങ്ങി. പുലർച്ചെ 2 മണിയോടെയാണ് പന്നിയെ കണ്ടത്. പുത്തൻചന്ത സ്വദേശിയായ യുവാവ് പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് കാട്ടുപന്നിയുടെ സാന്നിധ്യം മനസ്സിലായത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ തൊഴിൽ സാധ്യതകൾ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആലപ്പുഴ മേഖലയുടെ പരിധിയിൽ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണോദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. നക്ഷത്ര തിളക്കം എന്ന പേരിലായിരുന്നു പരിപാടി. ഉന്നത വിദ്യാഭ്യാസത്തിനും നിരവധി തൊഴിൽ അവസരങ്ങൾക്കുമുള്ള സാധ്യതകൾ വിദ്യാർത്ഥികൾ പ്രയോജനപ്പെടുത്തണമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആലപ്പുഴ മേഖലയുടെ പരിധിയിൽ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കുള്ള വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡ് വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ. നക്ഷത്ര തിളക്കം എന്ന പേരിൽ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടത്തിയത്. അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിസമർത്ഥമായി നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചതിനുള്ള ഒരു അവാർഡായിട്ടാണ് ഞാനിതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കുട്ടികൾ പറയും എല്ലായിടത്തു നിന്നും അവർക്ക് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കോ വിദ്യാഭ്യാസം കിട്ടിയില്ല, കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും ഒന്നും അവസരം കിട്ടി. പക്ഷേ മക്കളെ നന്നായി പഠിപ്പിക്കണം, മക്കൾക്ക് നല്ല ഡിഗ്രി കിട്ടണം, മക്കൾക്ക് നല്ല ജോലി കിട്ടണമെന്ന് എല്ലാ രക്ഷകർത്താക്കളും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും PTA കമ്മിറ്റിയും ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വിദ്യാഭ്യാസം നമുക്ക് വേണമെന്ന് വിചാരിക്കുന്നവർക്ക് പരീക്ഷകളൊക്കെ പഠിച്ച് പാസ്സാകാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട്. വളരെ ജീവിത സാഹചര്യം വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് മികച്ച റാങ്കുകാരായിട്ട് ഇന്ന് കേരളത്തിൽ പലയിടത്തും എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മയക്കുമരുന്ന് വിപത്തിന്റെ വേരറുക്കുന്നതിനായി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. മത്സ്യത്തൊഴിലാളി മേഖലയിലെ വിദ്യാർത്ഥികൾ ജില്ലയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിദ്യാർത്ഥികൾ നാട്ടിലെ മികച്ച പൗരന്മാരായി മാറണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ജി സുധാകരൻ MLA അധ്യക്ഷത വഹിച്ചു. AD തോമസ് MLA കായിക അവാർഡ് വിതരണം നിർവഹിച്ചു. നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, മത്സ്യബോർഡ് കമ്മീഷണർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ Y പ്രസാദ്, ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രശാന്തൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാലങ്ങളായി അടിഞ്ഞുകൂടിയ എക്കലും മണലും നീക്കം ചെയ്യുന്നില്ല. തെന്മല ഡാമിന്റെ സംഭരണശേഷിയെ വൻതോതിൽ ബാധിക്കുന്നതായി വിലയിരുത്തൽ. സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ശീതസമരമാണ് ഡാമിലെ എക്കലും മണലും നീക്കം ചെയ്യാത്തതിന് പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. വേനൽക്കാലത്ത് തെക്കൻ കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും കൃഷിയിടങ്ങളിലേക്കുള്ള ജലസേചന മാർഗവും തെന്മല ഡാമാണ്. ഡാമിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കൽ നീക്കം ചെയ്താൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാമെന്നിരിക്കെ വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ചുവപ്പ് നാടയാണ് പദ്ധതിക്ക് തടസ്സമാകുന്നത്. ഡാമിന്റെയും അനുബന്ധ കനാലുകളുടെയും പൂർണ്ണ ചുമതല ജലവിഭവ വകുപ്പിനാണെങ്കിലും ഡാം സ്ഥിതി ചെയ്യുന്ന വനമേഖലയുടെ നിയന്ത്രണം വനം വന്യജീവി വകുപ്പിനാണ്. കൂടാതെ പ്രദേശത്തെ പ്രധാന ഇക്കോ ടൂറിസം കേന്ദ്രമെന്ന നിലയിൽ ടൂറിസം വകുപ്പിന്റെ ഇടപെടലുകളുമുണ്ട്. വകുപ്പുകൾ തമ്മിൽ കൃത്യമായ ഏകോപനമില്ലാത്തതും അനുമതികൾ ലഭിക്കാനുള്ള കടുത്ത നിബന്ധനകളുമാണ് എക്കൽ ഖനന പ്രക്രിയ വൈകിപ്പിക്കുന്നത്. വർഷങ്ങളായുള്ള പ്രളയങ്ങളിലും ഉരുൾപൊട്ടലുകളിലും ഒലിച്ചു വന്ന ടൺ കണക്കിന് മണ്ണും ചെളിയുമാണ് ഡാമിന്റെ അടിത്തട്ടിലുള്ളത്. ഇത് ഡാമിന്റെ യഥാർത്ഥ സംഭരണശേഷി പകുതിയോളമായി കുറച്ചതായാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്.
സംഭരണശേഷി കുറയുന്നത് വഴി മഴക്കാലത്ത് ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ കഴിയാതെ വരികയും വേനൽ കടക്കുമ്പോൾ കനാലുകളിൽ വെള്ളം തുറന്നുവിടാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകുന്നു. ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഡാം പെട്ടെന്ന് നിറയുകയും ഷട്ടറുകൾ ഉയർത്തേണ്ടി വരികയും ചെയ്യുന്നത് കല്ലടയാറിന്റെ തീരങ്ങളിൽ വലിയ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം കാണാൻ MLA ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ഡാമിൽ നിന്ന് എക്കലും മണലും ശാസ്ത്രീയമായി നീക്കം ചെയ്താൽ സർക്കാരിന് വലിയൊരു തുക റവന്യൂ വരുമാനമായി ലഭിക്കുമെന്നിരിക്കെയാണ് ഈ അനാസ്ഥ. കുടിവെള്ള ജലസേചന പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി ജലവിഭവ, വനം, ടൂറിസം വകുപ്പുകൾ സംയുക്തമായി യോഗം ചേർന്ന് അടിയന്തരമായി അനുമതികൾ ലഭ്യമാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. മലയോര മേഖലയിൽ റെയിൽവേയുടെ അവഗണന. യാത്രാക്ലേശത്തിൽ വലയുകയാണ് സാധാരണക്കാർ. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ ട്രെയിനുകളുടെ എണ്ണം പരിമിതമാണ്. എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്നത് ഒരു ലോക്കൽ ട്രെയിൻ മാത്രമാണ്. ഒറ്റയ്ക്കൽ, ഇടമൺ തുടങ്ങിയ ചെറിയ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്നവരെയാണ് ഇത് ഏറെ ബാധിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട റെയിൽപാത മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജായി മാറ്റി വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള മലയോര മേഖലയോടുള്ള റെയിൽവേയുടെ അവഗണന തുടരുന്നു. നിലവിൽ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവായതിനാൽ സാധാരണക്കാരായ യാത്രക്കാരാണ് ദുരിതത്തിലാകുന്നത്. എല്ലാ സ്റ്റേഷനുകളിലും നിർത്തുന്ന ഒരേയൊരു ലോക്കൽ ട്രെയിൻ മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത്. ഇടമൺ, ഒറ്റയ്ക്കൽ തുടങ്ങിയ ചെറിയ സ്റ്റേഷനുകളെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. വിദ്യാർത്ഥികൾ, തോട്ടം തൊഴിലാളികൾ, ചെറുകിട വ്യാപാരികൾ എന്നിവർക്ക് കൃത്യസമയത്ത് യാത്ര ചെയ്യാൻ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയാണ്. യാത്രാക്ലേശം പരിഹരിക്കാൻ MP യാതൊരുവിധ ഇടപെടലുകളും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. റെയിൽവേ മന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ലോക്കൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ അനുവദിപ്പിക്കാൻ ജനപ്രതിനിധി തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കൊല്ലം മുതൽ പുനലൂർ വരെ നിരവധി ട്രെയിൻ സർവീസുകൾ നിലവിലുണ്ടായിട്ടും അവ ചെങ്കോട്ട വരെ നീട്ടാൻ റെയിൽവേ അധികൃതർ തയ്യാറാകാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. 10 വർഷം മുമ്പ് മലയോര മേഖലയുടെ ടൂറിസം സാധ്യതകൾ മുൻനിർത്തി വിസ്താഡോം കോച്ചുകൾ കൊണ്ടുവരുമെന്ന് MP വലിയ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആഡംബര കോച്ചുകൾ പോയിട്ട് സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാനുള്ള ലോക്കൽ ട്രെയിനുകൾ പോലും അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. KSRTC സൂപ്പർഫാസ്റ്റ് ബസ് കത്തിനശിച്ചു. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് കത്തിനശിച്ചത്. ചടയമംഗലം കുരിയോട് ഭാഗത്തായിരുന്നു സംഭവം. കായംകുളത്ത് ഹെറോയിനുമായി അതിഥി തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി മുബാറക് അലിയാണ് പിടിയിലായത്. 55 ഗ്രാം ഹെറോയിൻ പിടികൂടി. കാട്ടാന കൃഷി നശിപ്പിച്ചു. പത്തനാപുരം ചണ്ണക്കാമൺ 1-ാം ബ്ലോക്ക് ഭാഗത്താണ് ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. കാലങ്ങളായി അടിഞ്ഞുകൂടിയ എക്കലും മണലും നീക്കം ചെയ്യുന്നില്ല. തെന്മല ഡാമിന്റെ സംഭരണശേഷിയെ വൻതോതിൽ ബാധിക്കുന്നു. എക്കലും മണലും നീക്കം ചെയ്യണമെന്ന് ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.